തൊണ്ടി മുതൽ കേസില് ആന്റണി രാജുവിന് ഒരു അമിട്ടൻ തിരിച്ചടിയല്ലേ ഇപ്പൊ കിട്ടിയേക്കണേ? വമ്പൻ തിരിച്ചടി. സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ ഇപ്പൊ ശരിയാക്കും എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ സുപ്രീം കോടതി ആട്ടി ഓടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ കേസ് ഉണ്ടാവുന്നത് 90കളിലാണ്. അപ്പൊ ഒരു വിദേശി മയക്കുമരുന്ന് കടത്തിയ കേസിൽ പ്രധാന തൊണ്ടി മുതൽ ആയിട്ടുള്ളത് നമുക്കറിയുന്നത് പോലെ അടിവസ്ത്രമായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് വേറൊരു പേര് കൂടി വീണിട്ടുണ്ടായിരുന്നു, ജെട്ടി രാജു. അങ്ങനെ ഒരു പേര് വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അടിവസ്ത്രം കോടതിയിൽ നിന്നും മാറ്റി മറിച്ച് ഈ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് കേസ്. ഒന്ന് ആലോചിച്ചു പോകണം, ഒരു അഭിഭാഷകൻ കൂടിയാണ് ആന്റണി രാജു. ആ അഭിഭാഷകന്റെ ക്രൂട്ട് മെന്റാലിറ്റിയിൽ തോന്നിയ ഒരു ബുദ്ധിയാണ്. അപ്പോൾ ഈ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ് ഇപ്പൊ ഫെമിലിയർ ആയിട്ട് അദ്ദേഹത്തിന് ഒരു വട്ടപ്പേരും കൂടി കിട്ടി ഇരിക്കുന്നത്. അപ്പൊ ഈ മുൻ മന്ത്രിയും ആണ് ആന്റണി രാജു, നമുക്ക് അറിയാവുന്നത് പോലെ. അപ്പോൾ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ വിചാരണ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു കേസിന്റെ നാൾ വഴി നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാലാണ് ഇപ്പൊ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് 1990 തിരുവനന്തപുരം വിമാനത്താവളത്തില് ഓസ്ട്രേലിയൻ പൗരനായിട്ട് ആൻഡ്രൂ സാൽവദോർ 61 ഗ്രാം ഹാഷിഷ് ഈ അടിവസ്ത്രത്തിൽ വെച്ച് ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുമ്പോൾ പിടിയിലാകുന്നു. അപ്പോൾ ഈ കേസ് നടത്തുമ്പോൾ പ്രതിയായിട്ടുള്ള വിദേശിയുടെ അഭിഭാഷകനാണ് ആന്റണി രാജു. അപ്പോൾ ആന്റണി രാജുവിനെ തന്റെ ക്ലയന്റിനെ രക്ഷിച്ചേ പറ്റൂ. അപ്പോൾ ആന്റണി രാജു എന്തു ചെയ്തു? ക്ലർക്കിന്റെ സഹായത്തോടുകൂടി ഈ തൊണ്ടി മുതലായിട്ടുള്ള അടിവസ്ത്രം കൈക്കലാക്കുന്നു. അത് പ്രതിക്ക് പാകമാകാത്ത രീതിയിൽ വലുപ്പം കുറിച്ച് വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച പോലെ ആളുടെ അടിവസ്ത്രം വെട്ടി തയ്ക്കാനും ആന്റണി രാജുവിന് നല്ല മിടുക്കാണ് എന്നുള്ളത് അതിൽ തെളിയിക്കപ്പെട്ടു. അഭിഭാഷകൻ മാത്രമല്ല, ഇത്രയുള്ള കാര്യം കൂടി മൂപ്പർക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വഴങ്ങും. അപ്പൊ ഇതിലെ ആദ്യത്തെ വിധി എന്ന് പറയുന്നത് ഈ അടിവസ്ത്രം പ്രതിക്ക് പാകമല്ല എന്ന് കണ്ടുകൊണ്ട് ഹൈക്കോടതി ഈ വിദേശിയെ ആൻഡ്രൂസ് സാൽവദോർ എന്ന് പറയുന്ന ഈ വിദേശിയെ വെറുതെ വിടുകയാണ്. അതിന് ശേഷം പിന്നീട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് തൊണ്ടി മുതലിൽ കൃത്രിമം നടന്നിട്ടുള്ളതായിട്ട് ഹൈക്കോടതി കണ്ടെത്തിയത്. അപ്പൊ പുതിയ സാഹചര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ആന്റണി രാജുവിന് ഒരു തിരിച്ചടി ആയല്ലോ. അപ്പൊ 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ തുടർന്നാണ് അപ്പീൽ നൽകുന്നത്. അപ്പൊ ഈ അപ്പീൽ നൽകിയ സംഭവത്തിലാണ് ഇപ്പോൾ വലിയൊരു വിധി വന്നിട്ടുള്ളത്. അപ്പോ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പോ ആണല്ലോ, അപ്പൊ നമുക്ക് അങ്ങനെ പറയാം, രാഷ്ട്രീയക്കാരായിട്ടുള്ളവരും ഈ അഭിഭാഷകന്മാര്, ഞാൻ അതാണ് ആലോചിച്ചത്. അപ്പൊ ഇവര് ഈ തൊണ്ടി മുതലൊക്കെ സൂക്ഷിക്കുന്ന മുറി ഉൾപ്പെടെ തുറപ്പിച്ച് ഈ ഇതിലൊക്കെ കൃത്രിമം നടത്തുന്നുണ്ട്. ഒരു CPM-ന്റെ അല്ലെങ്കിൽ അതിനോട് അനുഭാവം പുലർത്തുന്നവരുടെയൊക്കെ മനോഭാവം എന്താ? ആ സമയത്ത് കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസ് ആയിരുന്നു. ആ സമയത്ത് കോൺഗ്രസ് ആയിരുന്ന ആന്റണി രാജുവിന്റെ ബുദ്ധിയിലാണ്. അപ്പൊ ഈ രാഷ്ട്രീയക്കാരൊക്കെയും ഇത്തരത്തിലുള്ള വിദ്യകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വിദേശിയായിട്ടുള്ള ഒരു പൗരൻ 61 ഗ്രാം ഹാഷിഷ് കടത്തുന്നു. ഈ 61 ഗ്രാം ഹാഷിഷ് കടത്തി ഈ പൗരനെ ഇത്ര നിർബന്ധപൂർവമായിട്ട് രക്ഷിക്കേണ്ട ചുമതല എന്തായിരുന്നു? അതൊരു നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാരണം അതൊരു വയറ്റിപ്പഴപ്പെന്ന് പറയേണ്ടി വരും. കാരണം സ്വന്തം കക്ഷിയെ ജയിപ്പിക്കുക എന്നുള്ളത് ഏതൊരു വക്കീലും ഏതൊരറ്റം വരെ പോകും. പക്ഷെ ഇതിന് ശേഷം വന്ന രാഷ്ട്രീയ ജീവിതത്തിലാണ് ഇത് തിരിച്ചടിയായേക്കുന്നത്. ഇനി മത്സരിക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞേ. അതായത് ഇത് ഹൈക്കോടതി തള്ളിയതോടുകൂടി ആന്റണി രാജുവിന് മത്സരിക്കാൻ പറ്റിയിട്ടില്ല പിന്നീട്. അതിനുശേഷം ഇനി ആന്റണി രാജുവിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരുപക്ഷെ അദ്ദേഹം ഇനി ഇപ്പോഴത്തെ ഒരു ജയിലിലേക്ക് പോകുന്നതിനൊക്കെ ഉപരി ഇനിയിപ്പൊ അതിന് ജയിലിൽ കഴിഞ്ഞ് തിരിച്ചു വന്ന് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ബിസിനസ്സോ? എന്ത് ബിസിനസ്? ജെട്ടി ബിസിനസ്. കാരണം ജെട്ടിയുടെ അളവ് പോലും നോക്കി കറക്റ്റ് ആയിട്ട് ഒരാളെ പ്രതിയെ രക്ഷിക്കാൻ ഒരു ജെട്ടി ബിസിനസ് വേണമെങ്കിൽ അദ്ദേഹത്തിന് തുടങ്ങാൻ പറ്റില്ലേ? അതിനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് നോക്കാം. എന്തായാലും ഈ ആന്റണി രാജുവിന്റെ അപ്പീല് 3 വർഷമാണല്ലോ. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് 3 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. അപ്പൊ ഈ ശിക്ഷയ്ക്കെതിരെയാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അങ്ങോട്ടേക്ക് പോകുന്നത്. സുപ്രീം കോടതിയിൽ ഇത് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ കക്ഷത്തില് ഇത് വക്കാലത്തും പിടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോ ഇത് അവിടുന്ന് കടക്ക് പുറത്തുനിന്ന് പറഞ്ഞു വിട്ട്. എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്തയായിരുന്നു ഈ കേസ് മരവിപ്പിക്കണമെന്ന ആന്റണി രാജുവിന്റെ
ആവശ്യമൊക്കെ തള്ളിയ ബെഞ്ചിലുണ്ടായിരുന്നത്. അപ്പോൾ ശിക്ഷാവിധി തടയണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിന് പുറമെ ഹൈക്കോടതി നേരത്തെ നടത്തിയിട്ടുള്ള പ്രതികൂല പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു ഇവർക്ക്, ഈ ആന്റണി രാജുവിനും സംഘത്തിനും. ആ ആവശ്യവും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. അപ്പോൾ അത്രയും എന്താ പറയാ നിശ്ചിതമായ രീതിയിൽ അത് കൃത്യമായിട്ട് നിരീക്ഷിച്ചിരിക്കുന്നു സുപ്രീം കോടതി എന്നുള്ളതാണ്. ആ പരാമർശം പോലും മാറ്റണം എന്നുള്ള ആവശ്യം, പ്രതികൂലമായി പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ പോലും മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ആവശ്യം പോലും തള്ളിക്കളയുക. അതായത് ശിക്ഷാവിധി നടപ്പാക്കണം എന്നുള്ളത് തള്ളിയത് പോരാതെയാണ്. അപ്പൊ ഒരു പരാമർശം നീക്കണമെന്ന് പറയുമ്പോൾ അതുപോലും തള്ളുമ്പോ അത്രയും ഗൗരവതരമായിട്ട് സുപ്രീം കോടതി അതിനെ നിരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, എനിക്ക് തോന്നുന്നു കേസിലാണെന്നൊന്ന് എനിക്ക് ആലോചിച്ച് തോന്നുന്നു ഇനി ആന്റണി രാജുവിനെ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം MLA ക്വാർട്ടേഴ്സ് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയപരമായ ജീവിതം തീർന്നു. അവസാനിക്കും. ഇനി അദ്ദേഹം ഒരു ഓഫീസ് വീണ്ടും പൊടി തട്ടിയെടുത്ത് ഇതേപോലുള്ള കേസുകൾ തിരുവനന്തപുരം ഒക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ കോവളം ബേസ്, കാരണം അതെ. അദ്ദേഹത്തിന്റെ തട്ടകം എന്ന് പറഞ്ഞ കോവളമാണ്. ഉം. എനിക്ക് തോന്നുന്നു കോവളം തന്നെയാ, അതെ കോവളമാണ്. അപ്പൊ ആ കോവളത്തുള്ള ഇതേപോലുള്ള കേസുകൾ ഒരുപാടുകൾ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ് പുള്ളിക്ക് ഇനി മുന്നോട്ടുള്ള സമയം. ശിഷ്ടകാലം ശിഷ്ടകാലം കേസ് ചെയ്ത് കോടതിയിൽ കയറി ഇറങ്ങുക. രണ്ട് സാധ്യതകളാണ്. ഇപ്പൊ ആദ്യം പറഞ്ഞതും ജെട്ടി ബിസിനസ്സും. ജെട്ടി ബിസിനസ് അതാണ് കുറെ, കാരണം കോവളമൊക്കെ ആകുമ്പോ നല്ല ബിസിനസ് അതൊക്കെ. അതെ അതെ ഒരുപാട് പേര് വരും. പറ്റും. ഒന്നിലും അതോടൊപ്പം ഇതേപോലുള്ള കേസുകളൊക്കെ ചെയ്ത് ഈ മയക്കുമരുന്ന് അതാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ സുലഭ. അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മാറി മാറി വരുന്ന സർക്കാരുകള് ഭയങ്കര പ്രോത്സാഹിപ്പിക്കണമുണ്ട്, ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്ക് ഇതിലൊരു പബ്ലിക് പ്രോസിക്യൂട്ടറിനേക്കാൾ നല്ലത് പുള്ളി ഈ ഒരു രീതിയിലേക്ക് പോകുന്നതായിരിക്കും. കുറച്ചുകൂടെ ഒരു ഗൗരവതരമായിട്ട് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ ഇത്തരത്തിലൊരു വിധിയും കൂടെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണമൊക്കെ തടവിലേക്ക് പോകും. അതായത് തടവ് ശിക്ഷയ്ക്ക് 3 വർഷത്തെ തടവ് ശിക്ഷ മാറ്റണമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോ അതായത് ആ കോടതിയുടെ സുപ്രീം കോടതിയാണ് തള്ളിയിരിക്കുന്നത്. ഇനിയൊരു സാധ്യത ആന്റണി രാജുവിന് അവിടെ ഇല്ല. ഇനി എവിടേക്ക് പോകും? അതാ ഞാൻ പറഞ്ഞേ, ഇനി പ്രത്യേകിച്ച് അതിലൊന്നുമില്ല. എന്തായാലും അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് തെളിയിക്കാൻ ശ്രമിച്ച ഒരു കേസ് എന്തായാലും കടക്ക് പുറത്തുനിന്ന് കരിയർ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോയി. പക്ഷെ ഇനി അദ്ദേഹം കേരള രാഷ്ട്രീയത്തില് ഒരു അടഞ്ഞ അധ്യായം ആവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെയുള്ള ഒരാള് ഇനി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ പുള്ളി ഇനി ഏറ്റവും നല്ലത് ഒന്നില്ലെങ്കിൽ വക്കീൽ പണിയായിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ കാരണം കള്ളം പറയുക എന്ന് പറയുന്നത് പുള്ളിക്ക് ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഒരു വക്കീലായതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കള്ളമൊക്കെ പറഞ്ഞു നിൽക്കാം. പക്ഷെ ഈ മത്സരം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊരു ഇലക്ഷനെ നേരിടുക എന്ന ഒരു പ്രോസസ്സിലേക്ക് ഇനി അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല. ശരിയല്ല, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു ജനപ്രതിനിധി ആവാനുള്ള യോഗ്യത ഇനി അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് മത്സരിപ്പിച്ചിട്ടുമില്ല. പക്ഷേ നമ്മളിപ്പോ ഇപ്പൊ ഈ പറയുന്ന ആന്റണി രാജുവിനെ പോലുള്ള കുറെ ആളുകള് പിച്ചർ ഔട്ട് ആവുന്ന ഒരു സമയമാണ് ഇനി. കാരണം ഈ ഒരു ഇത് വരുമ്പോ അടുത്ത ഒരു പുതിയ തലമുറയ്ക്ക് കയറി വരാനുള്ള ഒരു സമയം കൂടി. ഞാൻ നോക്കിയിട്ട് ഇതൊരു സുപ്രീം കോടതി കൊടുത്ത ഒരു നല്ല അവസരമാണ്. അദ്ദേഹത്തിനെ പോലുള്ളവർക്ക് മാറി നിന്നിട്ട് പുതിയൊരു തലമുറയ്ക്ക് വരാനുള്ള ഒരു സമയം എടുക്കട്ടെ. കാരണം ഇനി വക്കീൽ പണിയൊക്കെ ആയിട്ട് വീണ്ടും കോട്ടിട്ട് കോടതി വരാന്തകളിൽ അദ്ദേഹം ഇരിക്കേണ്ട സമയമായിട്ടുണ്ട്. അതെ, പക്ഷെ അതിനുപോലും സാധിക്കില്ല എന്നുള്ളതല്ലേ ബബിത. അതായത് തടവ് ശിക്ഷ മാറ്റണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ നേരെ ജയിലിലേക്ക് ആനയിക്കേണ്ടി വരും. അത് ചിലപ്പോ ഈ ഇങ്ങനെ ഒരു പോക്കൊക്കെ ആണെങ്കിൽ വീണ്ടും ഒരു ജയിൽവാസവും കൂടെ ആവാം. അവിടെ ഒന്നൊരു ബുക്ക് എഴുതാം. എനിക്ക് തോന്നുന്നു ജാതകവശാൽ അദ്ദേഹത്തിന് ഒരു കണ്ടകശനി സമയമാണ്, കൊണ്ടേ പോകുള്ളൂ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ സുപ്രീം കോടതിയിൽ നിന്ന് വരെ തിരിച്ചടിയും പണ്ടെന്നോ ചെയ്ത ഒരു പാതകമാണ് പാവം ഇന്ന് അനുഭവിക്കുന്നത്. അതെ, സത്യത്തിൽ സങ്കടം വരുന്നത് സ്വന്തം ക്ലയന്റിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു. അതിലാണ് ബബിത പറഞ്ഞതുപോലെ ഈ ഒരു ശിക്ഷാവിധി വന്നിട്ടുള്ളത്. 3 പതിറ്റാണ്ടായി. 3 പതിറ്റാണ്ടിന് ശേഷം ഈ വിധി വരുമ്പോ അദ്ദേഹത്തിനും ഏതാണ്ട് പ്രായമൊക്കെ ഉണ്ടല്ലോ. ഇനിയൊരു ബുക്കൊക്കെ എഴുതി അദ്ദേഹം മിക്കവാറും ഇനിയുള്ള ജീവിതം ജയിലറയിൽ ഇരിക്കട്ടെ. അതെ, അങ്ങനെ ഇരിക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N.
മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർത്ത് വെച്ചാൽ ഫോർ, എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.